അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഇന്ന് എല്ലാവരും ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നേക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫ് ലിവറും അതുപോലെ തന്നെ നെയ്ച്ചോറുമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇത് നമ്മൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ്. ഈ ചങ്ങായി കണ്ടില്ലേ, അവൻ്റെ ബോഡി കണ്ടാൽ അർണോൾഡാണെന്ന് അവന് വിചാരം. അപ്പോൾ നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാവുന്നത്. അങ്ങനെ നമ്മൾ പെട്ടെന്ന് വെജിറ്റബിളൊക്കെ കഴുകി റെഡിയാക്കി അരിയലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് എടുത്ത തീരുമാനമായിട്ട് തന്നെ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ കുറവാണ്, അതുപോലെ തന്നെ അരിയും അതുപോലെ തന്നെ പരിമിതമാണ്. അതുകൊണ്ട് നമ്മൾ ആകെ 4 പേരേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം സെറ്റ് ചെയ്യുകയാണ്. അരിയലും പറക്കലും ഒക്കെ ഒരു സൈഡിൽ നടക്കുകയാണ്. അതുപോലെ ചോറിൽ വെള്ളം ഒഴിച്ചു, പട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടു. പെട്ടെന്ന് തന്നെ അരിയലും പറക്കലൊക്കെ കഴിഞ്ഞ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടൊമാറ്റോയൊക്കെ അരിയുകയാണ്. ടൊമാറ്റോ അരിയുന്നതിൻ്റെ കൂടെ തന്നെ ബാക്കി കാര്യങ്ങൾ നടക്കുകയാണ്. അപ്പം ഇതാണ് റാഷി, ഇതാണ് റിയാസ് ഭായി, നമ്മുടെ മെയിൻ കുക്കുകളാണ് നമ്മുടെ റൂമിലെ. അപ്പം അവസാന ഘട്ടമായി കരിയാപ്പിലയിട്ട് നമ്മുടെ കൂട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഡ്രൈ ആവാതിരിക്കാനാണ് കേട്ടോ ഗൈസ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. അപ്പം നമ്മുടെ അരി ഇടുകയാണ്. അരി നമ്മുടെ കൂട്ടിലേക്ക് ഇടുകയാണ്. അരി കൂട്ടിലേക്ക് ഇടുന്നതിൻ്റെ കൂടെ തന്നെ അപ്പുറത്ത് തന്നെ കൂട്ടും നമ്മുടെ മസാലയും റെഡിയാക്കുന്നുണ്ട്. അപ്പം മസാലയിലേക്കുള്ള ചേരുവകളൊക്കെ ചേർക്കുകയാണ്. മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കുറച്ച് ഇളക്കി കൊടുക്കണം കേട്ടോ ഗൈസ്. അപ്പം എന്നാലേ നമ്മുടെ മസാല ഒന്ന് റെഡിയാവും. അതിനുശേഷം ഗരം മസാല ഇട്ടു. ഗരം മസാല ഇട്ട് കഴിയുമ്പോഴാണ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ മുഖത്തേക്ക് അടിക്കുക. അത് കഴിയുമ്പോൾ മീറ്റ് മസാല ഇട്ട് കഴിഞ്ഞു. മീറ്റ് മസാല കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ട് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവസാന ഘട്ടമായിട്ട് ഉപ്പും കൂടെ ഇടുകയാണ്. ഉപ്പും കൂടെ ഇട്ട് കഴിഞ്ഞ ഉടനെ നമ്മുടെ റെഡിയായി. അപ്പോൾ നമ്മൾ കുക്കറിലേക്ക് നമ്മുടെ ലിവർ ഇട്ട് കഴിഞ്ഞ് കുറച്ച് കൂട്ടുകൾ അതിലേക്ക് ചേർത്ത് കഴിഞ്ഞ് അത് നേരെ വേവിക്കാൻ കയറ്റി. വേവിച്ച് കഴിഞ്ഞ ഉടനെ അത് നേരെ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച കൂട്ടിലേക്ക് അങ്ങോട്ട് ഇട്ട് ഒരു 2 മിനിറ്റ് തിളപ്പിച്ചൊന്ന് എടുത്തു കഴിഞ്ഞ ഉടനെ നമ്മുടെ ബീഫ് ലിവർ റെഡി. ആ സമയത്ത് നമ്മുടെ നെയ്ച്ചോറും റെഡിയായി കിട്ടി. അങ്ങനെ ഇന്നത്തെ നമ്മുടെ ഫുഡ് ഏകദേശം ഓക്കെ ആയി. അപ്പം സപ്പോർട്ട് മീ ഗൈസ്. ഓക്കെ.